Start camera. Rolling, sir. Action! മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങൾ റിലീസ് ചെയ്യുമ്പോഴേക്കും പ്രേക്ഷകർ ഏതാണ് കൂടുതൽ സ്വീകരിക്കുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, മോഹൻലാൽ ചിത്രങ്ങളാണ്. ആദ്യത്തെ 3ഉം 4ഉം വരെയുള്ള സ്ഥാനങ്ങൾ പിടിച്ചു വെച്ചേക്കുന്നത് മോഹൻലാൽ ചിത്രങ്ങളാണ്. ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു. ഒരേ ഒരു രാജാവ്. അതിൽ 1ാം സ്ഥാനത്ത് ദേവദൂതൻ, 2ാം സ്ഥാനത്ത് സ്ഫടികം, 3ാം സ്ഥാനത്ത് മണിച്ചിത്രത്താഴ്, 4ാം സ്ഥാനത്ത് ഛോട്ടാ മുംബൈ. കണക്കെടുപ്പുകൾ ഒന്ന് പരിശോധിച്ചാൽ 4.25 കോടി രൂപയോളമാണ് തിയേറ്ററുകളിൽ നിന്ന് ദേവദൂതൻ കളക്ട് ചെയ്തത്. അയാൾ സംഗീതത്തിന്റെ രാജാവാണ്. സ്ഫടികം ഏകദേശം എനിക്ക് തോന്നുന്നു 3.5 കോടി രൂപയോളമാണ് കളക്ട് ചെയ്തത്. 3.1 കോടിയോളം രൂപയാണ് മണിച്ചിത്രത്താഴ് തിയേറ്ററിൽ നിന്ന് കളക്ട്. പെട്ടെന്ന് എന്തെങ്കിലും അസാധാരണമായ ഒരു ഭാവവ്യത്യാസം ഗംഗയിൽ കണ്ടാൽ നീ പതറരുത്. മുംബൈ ഇപ്പൊ 3 കോടിയോളം രൂപയ്ക്ക് അടുക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ 4 സ്ഥാനത്തും റിലീസ് ചെയ്ത സിനിമകളിൽ മോഹൻലാൽ ചിത്രങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. മോഹൻലാൽ എന്ന നടൻ ഈ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ തന്ന സംഭാവന, മലയാള സിനിമയ്ക്ക് തന്ന സംഭാവന എന്ന് പറയുന്നത് 500 കോടി. ആലോചിക്കേ, മലയാള സിനിമയിൽ ഒരു ഘട്ടത്തിൽ 50 കോടി പോലും ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നടന്മാര് കഷ്ടപ്പെടുമ്പോൾ ഒരു താരം 500 കോടിയോളം രൂപ മലയാളം ഇൻഡസ്ട്രിക്ക് വേണ്ടി നൽകുന്നു എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ഇത് മലയാളത്തിന്റെ മോഹൻലാൽ അവതരിച്ച അമരാവതി ഒന്നെങ്കിൽ പോവായിരുന്ന അവസ്ഥയിൽ അതുപോലെ 2024 മോഹൻലാൽ അവസാനിച്ചു എന്ന് പറയുന്നിടത്താണ് എമ്പുരാനും തുടരും കയറി വന്ന് ഗോൾഡൻ ബമ്പർ അടിച്ചു കൊണ്ടുപോയത്. മോഹൻലാലിൻ്റെ തുടർച്ചയായിട്ടൊരു 10 പടങ്ങൾ ഫ്ലോപ്പായി എന്ന് വിചാരിക്കാം. നല്ല ആങ്ങി ചിത്ത വിളിക്കും, ഒറ്റ പടം മതി ഇതെല്ലാം മാറ്റിയിട്ടാ. എന്റെ ഈ തലയ്ക്കും ഇതേ ഒരു പരുന്തം പറന്നാൽ അതിന്റെ ചിറകരിഞ്ഞു കളയും. ഒരുപാട് പ്രതീക്ഷകൾ ആ ഒരു വലത്ത് തോള് ചരിഞ്ഞിരിക്കുന്ന ആ മനുഷ്യന് മേല് മലയാള സിനിമാ ലോകം വെച്ചിട്ടുണ്ടെന്ന് കൂട്ടത്തോട് പറഞ്ഞേ. മറ്റേ വീട് കാട് കയറിയുന്നു. Yeah, I'm here to make you hurt. That's the only way I work. We gon' put them in the dirt.